ലക്ഷ്മി നക്ഷത്ര താങ്കൾ ഇപ്പം ഈ സുധിച്ചേട്ടന്റെ മരണത്തോടനുബന്ധിച്ച് ആദ്യമായിട്ടൊരു വൈറൽ കണ്ടന്റിലേക്ക് വരുന്ന വെച്ചാൽ നമ്മുടെ ലക്ഷ്മി നക്ഷത്ര ആങ്കർ അവര് താങ്കളുടെ വീട്ടിൽ വരികയും കുറെ അധികം അവരുടെ യൂട്യൂബ് ചാനലിലൂടെ തന്നെയാണ് ഇതെല്ലാം ആൾക്കാർ കാണുന്നത്. അത് റെക്കോർഡിംഗ് ആയിരുന്നു. അത് ആരെയും കാണിച്ചില്ലായിരുന്നെങ്കിൽ ആരും അറിയാൻ പോകുന്നില്ല. പക്ഷെ അതൊരു മാർക്കറ്റിംഗ് പർപ്പസിന്റെ ഭാഗമായിട്ടോ അതല്ലെങ്കിൽ അത് ആൾക്കാരുടെ ഫെയിം നേടാൻ വേണ്ടിയിട്ടോ ആയിരിക്കണം ഒരുപക്ഷെ. അങ്ങനെയാണെന്ന് രേണുവിന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആരും ഇല്ലാതിരുന്ന സമയത്ത്, അതായത് നമുക്കൊരു വരുമാനം ആ കുട്ടി എനിക്ക് തന്നിട്ടുണ്ട് എല്ലാ മാസവും. ഇപ്പോഴത്തെ കാര്യമല്ല പറഞ്ഞത്, ആ ഒരു ഇപ്പൊ 2 വർഷമായല്ലോ സുചേട്ടൻ മരിച്ചത്. അതിന് മുന്നേ ആ സമയത്തൊക്കെ നമുക്ക് എല്ലാ മാസവും ഒരു തുക കുട്ടി തരുന്നുണ്ടായിരുന്നു. സ്റ്റാർ മാജിക് ഉള്ളിടത്തോളം കാലം തരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്തിനാണ് ആ കുട്ടി അങ്ങനെ പറയുന്നത്? എനിക്കങ്ങനെ തോന്നുന്നൊന്നുമില്ല, അത് മാർക്കറ്റ് ചെയ്യാന്നൊന്നും തോന്നില്ല. കാരണം നമുക്കൊരു തുക തന്നിട്ടാണ്. ഞാനത് സുധിച്ചേട്ടന്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് എന്റേതായിട്ടുള്ള ആവശ്യത്തിന് ഞാൻ എടുത്തിട്ടില്ല. ഓക്കെ. സുധിച്ചേട്ടന്റെ മരണത്തിന് മുൻപ് രേണു സുധിയെ ആൾക്കാർക്ക് അധികം അറിയത്തില്ലായിരുന്നു. പക്ഷെ സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പോ ഇപ്പോ കുറെ അധികം ആൾക്കാർക്ക് അറിയാം, കുപ്രസിദ്ധിയായിട്ട് തന്നെ അറിയാം. സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ താങ്കൾ ഇങ്ങനൊരു വേഷങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനൊരു രീതിയിലോ ഒക്കെ അഭിനയിക്കുമായിരുന്നു? അവസരം വന്നാൽ അഭിനയിക്കും. സുധിച്ചേട്ടൻ സമ്മതിച്ച് അഭിനയിക്കും. സുധിച്ചേട്ടൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. കാരണം എനിക്ക് അദ്ദേഹത്തെ അറിയാം.